ജീവിതം ഏൽപ്പിക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് കരകയറാൻ എളുപ്പമല്ല. പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം, അപ്രതീക്ഷിതമായി സംഭവിച്ച നാശമോ നഷ്ടമോ ആയിരിക്കാം. സംഭവിച്ച അനിഷ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ശോകമൂകരായി നാം സമയം കഴിച്ചുകൂട്ടും. വേദനയിൽ മുങ്ങിത്താണ് കരകയറാൻ കഴിയാത്ത ഒരവസ്ഥ. കണ്ണടച്ചാലും തുറന്നിരുന്നാലും ഊണിലും ഉറക്കത്തിലും ഒരേ ചിന്ത മാത്രം. ഈ വിധത്തിലാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് സഹായകമായേക്കാം. ഇതുപോലൊരു സാഹചര്യത്തിലൂടെ എൻ്റെ ജീവിത തോണി ഞാൻ തുഴഞ്ഞ് വലയേണ്ടി വന്ന സാഹചര്യത്തിൽ എന്നേക്കാൾ 20 വയസ്സിന് മുതിർന്ന എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ഉപദേശമാണിത്. ഈ ഉപദേശം എന്നെ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പിടിച്ച് നിൽക്കാൻ സഹായിച്ചു. ഒരു വലിയ വെളുത്ത നാടയാണ് നമ്മുടെ ജീവിതമെന്ന് സങ്കല്പിക്കുക. അതിൽ എവിടെയെങ്കിലും ഒരു കറുത്ത ചെറിയ ബിന്ദു ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ കറുത്ത ബിന്ദുവിൽ കണ്ണുറപ്പിച്ച് ആ നാട കണ്ണിനോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ കറുപ്പല്ലാതെ ഒന്നും കാണാനാവില്ല. പക്ഷെ ആ നാട മെല്ലെ കണ്ണിൽ നിന്ന് അകറ്റി പിടിക്കുക. നീണ്ട ആ വെളുത്ത നാടയിൽ ആ ബിന്ദു ചിലപ്പോൾ കാണാൻ പോലും ഇല്ലാതാകും. നീണ്ടുകിടക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് സംഭവിക്കുന്ന ദുഃഖകരമായ ദുർഘടങ്ങളെ കാണാൻ. സംഭവിച്ച അനർത്ഥങ്ങളെ മാത്രം കാണരുത്. ഇതുവരെ ദൈവം നടത്തിയ വഴികളെയും ഇനിയും ദൈവം നമ്മെ വിടുവിക്കുവാനും കരുതുവാനും കഴിവുള്ളവനും സന്നദ്ധനാണെന്നും ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ദുർഘടമുണ്ടാക്കിയ അതീവ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിക്കും. 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ ചിന്ത താങ്കൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ മറക്കാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.